എന്റെ ആത്മീയ പിതാവ് എന്നെ ആവർത്തിച്ചു പഠിപ്പിച്ചൊരു പാഠമുണ്ട്. എനിക്കായിട്ട് ദൈവം തരുന്ന അവസരങ്ങളൊന്നും മറ്റൊരാൾക്കും ദൈവം എന്റെ അനുമതിയില്ലാതെ, എന്റെ അനുവാദം കൂടാതെ കൊടുക്കില്ല. മെച്ചമായി മറ്റൊരാൾ പ്രസംഗിച്ചാലും ശുശ്രൂഷകൾ എന്തു ചെയ്താലും എനിക്ക് ദൈവം നൽകാൻ ഉദ്ദേശിച്ച അനുഗ്രഹങ്ങളെ നൽകാൻ അവിടത്തേക്ക് സാധിക്കും. ഞാൻ അതിനെ വേണ്ട എന്ന് വെക്കാത്ത അത്രയും കാലം. ബൈബിളിലെ 2 കഥാപാത്രങ്ങളല്ലേ കായേനും ആബേലും. എന്തേ അവർക്കിടയിലെ അപജയമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കായേന്റെ ബലി ദൈവ തിരുമുമ്പിൽ അത്ര സ്വീകാര്യമായില്ലെന്നും ആബേലിന്റേത് വളരെ സ്വീകാര്യമായി എന്നും അറിയുന്ന പക്ഷം അസൂയ രൂപപ്പെടുകയാണ്. മുമ്പുകാലത്ത് ഉപേക്ഷിക്കേണ്ട ഒന്നിന്റെ പേരാണ് അസൂയ. അവകാശങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് കടന്നു പോകുന്ന യാക്കോബ് മടങ്ങി വരുമ്പം എന്തു പ്രതികരണമുണ്ടാകുമെന്നറിയാതെ വലിയ വ്യഥയോടുകൂടെ ആയിരിക്കുമ്പം ദൂരെ നിന്ന് തന്നെ താണുവണങ്ങിയിട്ടും മാപ്പിന്റെ ശരീരഭാഷയോടുകൂടെ കടന്നു വരികയാണ്. എന്നാൽ ജ്യേഷ്ഠനുജനെ ചേർത്തു പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തോടുകൂടെ, ദൈവിക ചൈതന്യത്തോടുകൂടെ, അസൂയയുടെ ലവലേശം പോലുമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു മഹാസത്യമുണ്ട്. അത് നോമ്പിന്റെ ചൈതന്യമാണ് പ്രിയപ്പെട്ടത്. കൂടെയുള്ളവന്റെ വളർച്ചയിൽ നിറമനസ്സോടെ ആനന്ദിക്കും. അവന്റെ സങ്കടത്തില് ശംഖുപൊട്ടി കരയാൻ നോമ്പുകാലത്ത് അസൂയയുടെ ഭാവങ്ങളെ വിട്ടുപേക്ഷിക്കും. തെല്ല് ശ്രദ്ധയോടുകൂടെ ജീവിതത്തെ അല്പമൊന്ന് രൂപാന്തരപ്പെടുത്താൻ കൂടെ നമുക്കാവട്ടെ.